എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് സംസാരിച്ചത്. ഇന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ യാക്കോബിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ? യാക്കോബിൻ്റെ 2 ഭാര്യമാരെ കുറിച്ചും അവരെ എങ്ങനെ നേടിയെടുത്തു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുള്ളി എന്താണ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തൊട്ടേ പുള്ളി ഒരു എന്താണ്, ഒരു നമ്മളുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് തല തിരിഞ്ഞ ആളെന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ സ്ഥാനം തട്ടിയെടുത്തു അല്ലേ? അവിടുന്ന് ജ്യേഷ്ഠൻ്റെ കുതികാല് പിടിച്ചു. പിന്നെ എന്താണ്, ജ്യേഷ്ഠൻ സ്ഥാനം തട്ടിയെടുത്തു. എന്നിട്ട് പുള്ളി ഇങ്ങോട്ട് ഓടിപ്പോന്നു കഴിഞ്ഞിട്ട് പുള്ളി തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ അടുത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ്, പുള്ളിക്ക് ഇഷ്ടം തോന്നിയത് അനിയത്തിയോട് ഇഷ്ടം തോന്നി. പക്ഷേ അവിടെ എന്താണ്, പുള്ളീനെ അമ്മായിയപ്പൻ ചതിച്ചു. അതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്നറിയാവോ? നമ്മൾക്കറിയാം അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ. ഇദ്ദേഹം എന്താണ്, ഈ ലാബാൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ എൻ്റെ ദേശത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞാനിനി എൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴാണ്, എൻ്റെ ഭാര്യമാർക്കും വേണ്ടി മക്കൾക്കും വേണ്ടി എപ്പോഴാണ് സമ്പാദിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു ആടിൻ്റെ ചരിത്രമൊക്കെ നമ്മൾക്കറിയാം അല്ലേ? പുള്ളി ഉള്ളതിനെയും പുള്ളി ഇല്ലാത്തതിനെയൊക്കെ മാറ്റി നിർത്തുന്ന ചരിത്രവും വീതം വെക്കുന്ന ചരിത്രമൊക്കെ നമ്മൾ കണ്ടു. അവിടെ പോലും പുള്ളി ഒരു സൂത്രമൊക്കെ പ്രയോഗിച്ചുവെന്ന് നമ്മൾക്കറിയാം. എനിവേ, എന്തായാലും ഇവൻ വാഗ്ദത്ത സന്തതി ആയതുകൊണ്ടും ഇവനെ അനുഗ്രഹിക്കുവാൻ ദൈവം പ്ലാൻ ഇട്ടതുകൊണ്ടും എന്താണ്, ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. പക്ഷേ പുള്ളി ഒരുപാട് വില മുടക്കിയെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. കാരണം പുള്ളി ഒരു ഉപായത്തിലൂടെയാണ് സകലതും പുള്ളി ഇങ്ങനെ നേടിയെടുത്തുകൊണ്ടിരുന്നത്. അതിന് പുള്ളി ഒരുപാട് വില കൊടുക്കുകയും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇതേ അനുഭവം തന്നെ പുള്ളിയുടെ ഏറ്റവും കൂടുതൽ പുള്ളി സ്നേഹിച്ച, അല്ലെങ്കിൽ യാക്കോബ് സ്നേഹിച്ച തൻ്റെ റാഹേൽ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്നും ഉണ്ടായി. നമ്മൾക്കറിയാം, ഇവർ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവർ വന്നിടത്തോട്ട് തന്നെ, അതായത് അപ്പൻ്റെ ഭവനത്തിലോട്ട് മടങ്ങി പോകുവാനുള്ള യാത്രയിലാണ്. അപ്പോഴാണ് ലാബാൻ ഇവരെ പിന്തുടർന്ന് വന്നു. അപ്പോൾ പിന്തുടർന്ന് വന്നപ്പോൾ ലാബാനോട് ദൈവം പറഞ്ഞു, നീ നല്ലതെങ്കിലും ചീത്തയാണെങ്കിലും യാക്കോബിനോട് ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അല്ലേ? എന്ന് വെച്ചാൽ നീ ഇനി അവന് നല്ലതും ചെയ്യണ്ട, നീ ഇനി അവന് ചീത്തയും ചെയ്യാൻ പോകണ്ട എന്ന് ദൈവം എന്ന് വെച്ചാൽ ചെയ്തിടത്തോളം മതിയായി അല്ലേ? നമ്മൾ പറയുന്ന ഭാഷയിൽ കിട്ടിയിടത്തോളം മതിയായി എന്ന് പറയുന്നത് പോലെ ദൈവം പറഞ്ഞു, നീ ഇനി അവന് നല്ലതും ചെയ്യണ്ട ചീത്തയും ചെയ്യണ്ട എന്ന് പുള്ളിക്കൊരു താക്കീത് കൊടുത്തു. എന്തായാലും ദൈവത്തിൻ്റെ ആ താക്കീതിനകത്ത് ലാബാൻ ഭയന്നു. പക്ഷേ ലാബാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഓടിപ്പോന്നപ്പോൾ എന്തിനാ നിങ്ങൾ എൻ്റെ ഇതെടുത്തുണ്ട്? കാരണം ലാബാൻ അറിയാം യാക്കോബിനൊരു ദൈവമുണ്ട് അല്ലേ? യാക്കോബ് ആരാധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലാബാൻ അറിയാം. അതുകൊണ്ട് ലാബാൻ ചോദിച്ചു, നീ എന്തിനാ എൻ്റെ കുടുംബ വിഗ്രഹങ്ങളെ എടുത്തുകൊണ്ട് പോയതെന്ന് ചോദിച്ചു. അപ്പോൾ യാക്കോബ് പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല, സത്യമാണ്, പുള്ളി അറിഞ്ഞില്ല, കൂട്ടത്തിലുള്ളവരുടെ എടുത്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് യാക്കോബ് അവിടെ പറയുകയാണ്, ആരുടെയെങ്കിലും കയ്യിൽ നീ കണ്ടെത്തുകയാണ് എങ്കിൽ എന്താണ്, അവരപ്പം തന്നെ മരിക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇത് കണ്ടെത്തിയില്ല. പക്ഷേ സംഭവം അടിച്ചു മാറ്റി. ആരാ അടിച്ചു മാറ്റിയ? യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച റാഹേൽ എന്ന് പറയുന്ന തൻ്റെ പ്രിയതമ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? അവൾ അതിനകത്തൊരു സൂത്രം അല്ലേ? യാക്കോബിനെ പോലെ തന്നെ മറ്റൊരു സൂത്രക്കാരത്തിയായിരുന്നു ആരും, ഈ റാഹേൽ എന്ന് പറയുന്ന വ്യക്തി അല്ലേ? അപ്പോൾ റാഹേൽ എന്താണ് അതിനെ ഒളിപ്പിച്ച് വെച്ചതൊക്കെ നമ്മൾക്കറിയാം. എന്നിട്ട് പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് ഇവർ യാത്ര തുടർന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾക്കറിയാം, ഈ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭാര്യമാരെയൊക്കെ നിർത്തിയപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച റാഹേലിനെയും ജോസഫാണല്ലോ റാഹേലിന് കൊടുത്ത മകൻ. അപ്പോൾ ജോസഫിനെയും എന്താണ് ഏറ്റവും പുറകിൽ നിർത്തിയതൊക്കെ നമ്മൾക്കറിയാം. എന്നിട്ട് യാക്കോബ് തന്നെ നിന്നു അവിടെ. യാബോക്കിൻ്റെ കടലിൻ്റെ മറുകരയിൽ ആര് നിന്നു? യാക്കോബ് തന്നെ നിന്നു. എന്നിട്ട് ദൈവത്തോട് മല്ല് പിടിച്ചു. എന്നിട്ട് അവൻ്റെ പേര് യാക്കോബ് എന്ന് മാറ്റിയിട്ട് അവനെ ഇസ്രായേൽ എന്നാക്കി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് ചെന്നു എന്നും ചേട്ടനോട് രമ്യതയിലായി എന്നൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, യാക്കോബ് കൂടാരം അടിച്ചു പാർത്തതൊക്കെ നമ്മൾക്കറിയാം. അവിടെ വെച്ചിട്ട് ഈ റാഹേൽ എന്ന് പറയുന്ന വ്യക്തിക്ക്, ഭാര്യയ്ക്ക്, യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന റാഹേലിന് രണ്ടാമതൊരു കുഞ്ഞും കൂടി ജനിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ കുഞ്ഞിനെ ജനിച്ച സമയത്ത് എന്താണ്, ഇവൾക്ക് അതികഠിനമായ വേദന അനുഭവപ്പെട്ടു. എന്നിട്ട് എന്താണ്, റാഹേൽ മരിച്ചുപോയി അല്ലേ? മരിക്കുവാനിടയായി. എന്നിട്ട് മരിക്കുന്നതിന് മുൻപ് റാഹേൽ എന്താ ചെയ്തത്, ആ കുഞ്ഞിന് ബെനോനി എന്ന് പേരിട്ടു. പിന്നെ എന്താ, നമ്മുടെ യാക്കോബ് അത് മാറ്റി ബെന്യാമീൻ എന്ന് പേരിട്ടു അല്ലേ? ബെന്യാമീൻ അല്ലെങ്കിൽ ബെഞ്ചമിൻ എന്ന പേര് ആ കുഞ്ഞിന് ഇടുവാനായിട്ട് ഇടയായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടപ്പോൾ റാഹേൽ അവിടെ വെച്ച് മരിച്ചു. എന്നിട്ട് അവളെ അവിടെ അടക്കം ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾക്ക് മനസ്സിലായി അല്ലേ? അവിടെ ഒരു തൂണൊക്കെ നാട്ടി മാന്യമായി തന്നെ യാക്കോബ് അടക്കുവാനായിട്ടൊക്കെ ഇടയായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ടല്ലേ, യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബിൻ്റെ
ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് മരിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ യാക്കോബിന് ലെയ മരിച്ചാൽ പോലും അത്ര സങ്കടം ഉണ്ടാകത്തില്ല. എന്നാൽ റാഹേൽ മരിച്ചതിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടം അല്ലെ. അതിനാ ചേട്ടൻ്റെ അടുത്തോട്ട് വിട്ടപ്പം ഏറ്റവും പുറകിലായിട്ട് ആരെ നിർത്തിയത്? റാഹേലിനെയും യോസെഫിനെയും നിർത്തിയത്. എനിവേ അപ്പോൾ 2 കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്ത് പുള്ളിക്കാരത്തി അങ്ങ് യാത്രയായി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് പലരും പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ എനിക്കിതിനകത്തുനിന്ന് ദൈവം മനസ്സിലാക്കി തന്ന ഒരു ടോപ്പിക്കിലോട്ടാണ് ഞാൻ കടക്കുവാനായിട്ട് പോകുന്നത്. ഈ റാഹേലിനെ സംബന്ധിച്ചിടത്തോളം ഇവൾ എപ്പോഴും ആഗ്രഹിച്ചത്, ഇവൾ ആ വിഗ്രഹത്തെ അവിടുന്ന് പൊക്കിക്കൊണ്ട് വരുവാനുള്ള കാരണം എന്താ? ഇവളുടെ മനസ്സിൽ ആരാ പതിഞ്ഞിരിക്കുന്നത്? ഇവളുടെ അപ്പൻ്റെ വീട്ടിലുള്ള ആ വിഗ്രഹം അങ്ങ് പതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവൾ വിചാരിച്ചു യാക്കോബിന് കിട്ടിയ അനുഗ്രഹങ്ങളും ഇവിടെ യാക്കോബിന് ശരിക്കും ആരാ അനുഗ്രഹിച്ചത്? ദൈവമായി, യഹോവയാം ദൈവമാണ് അനുഗ്രഹിച്ചത് അല്ലേ. പക്ഷേ ഇവൾ വിചാരിച്ചു ഈ അനുഗ്രഹങ്ങളെ മുഴുവൻ കൊടുത്തതാരാ? ഇവളുടെ ഈ അപ്പൻ ആരാധിക്കുന്ന ഈ വിഗ്രഹമാണ് കൊടുത്തതെന്ന് ഈ പുള്ളിക്കാരത്തെ അങ്ങ് നിരൂപിച്ചു. ഇനി അതിന് വേറെ ഏതാണ്ടൊക്കെ കാരണങ്ങളുണ്ട്, അതെല്ലാം വിടട്ടെ, നമുക്ക് ഇതിൻ്റെ മെയിൻ പോയിന്റിലോട്ട് വരാം. അപ്പോൾ ഈ പുള്ളിക്കാരത്തെ എങ്ങനെയങ്ങ് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, ഇവൾ അതിനെ അങ്ങ് കൂട്ടത്തിൽ കൂട്ടി. എന്തിനാ? നമ്മൾ പോകുന്ന കൂട്ടത്തിലൊക്കെ ഈ അനുഗ്രഹം കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഈ വിഗ്രഹത്തെ ഈ പുള്ളിക്കാരത്തെ അങ്ങ് കൂട്ടത്തിൽ കൂട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു അല്ലേ. അപ്പോൾ ഇതിനെയും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്? ഇവരെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുക. സംഭവം സത്യമാണ്. റാഹേലും ലേയും കൂടിയാണ് എന്ത് ഇസ്രായേൽ ഗൃഹം പണിതത്. കാരണം ആ 12 ഗോത്രങ്ങൾ അല്ലേ, 2 മക്കൾ റാഹേലിൻ്റെതാണ്. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഈ റാഹേലിനെയും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. കാരണം ഇവളുടെ മനസ്സിൽ എന്തിരിക്കുക? ഇവളുടെ മനസ്സിൽ വിഗ്രഹം ഇരിക്കുകയാണ്. അതായത് അപ്പൻ്റെ വീട്ടിലെ വിഗ്രഹം ഇവളുടെ മനസ്സിലിരിക്കുകയാണ്. ഈ യഹോവയാം ദൈവം ഇവളുടെ ഉള്ളിലോട്ട് കടന്നിട്ടില്ല എന്ന് ആർക്ക് മനസ്സിലായി? ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ടായിരിക്കണം ദൈവം ഇവളെ എന്ത് ചെയ്തത്? പാതി വഴിയിൽ തീർക്കുവാനായിട്ട് ഇടയായത്. ഓർക്കുക, പലരും പലത് പറയുന്നുണ്ട്. ഇവർ കുറേ പണ്ഡിതന്മാരും ഒക്കെ പറയുന്നുണ്ട്, എന്താ അവർ മരിച്ചു പോകണമെന്നുള്ളൊരു വാക്ക് നമ്മുടെ യാക്കോബിൻ്റെ വായിൽ നിന്ന് വീണല്ലോ, അതുകൊണ്ട് അവൾ മരിച്ചു പോയത്. വിഗ്രഹം ആരുടെ ഭാഗത്ത് കണ്ടെത്തുന്നോ? പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, വിഗ്രഹം ആരുടെ കയ്യിൽ കണ്ടെത്തുന്നോ അവനിപ്പം മരിക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ. വിഗ്രഹം കണ്ടെത്തിയില്ല, ആരുടെ കയ്യിലാന്ന് കണ്ടെത്തിയില്ല ആ സമയത്ത്. അതുകൊണ്ട് ആ വാക്കിന് അവിടെ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതല്ല, ഇതാണ് ഈ വിഗ്രഹം. ഇവിടെ ഈ വിഗ്രഹം ചുമക്കുകയാണ്. അത് നമ്മൾക്ക് പിന്നെയും ബൈബിളിലോട്ട് മുൻപോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും അല്ലേ. ഈ നമ്മുടെ ശലോമോൻ രാജാവിൻ്റെ വീഴ്ച എവിടെയായിരുന്നു? അവർ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞ് ജാതീയ സ്ത്രീകളിൽ നിന്ന് കല്യാണം കഴിച്ചു. അപ്പോൾ ദൈവം ഈ ജാതീയ സ്ത്രീകളെ കല്യാണം കഴിക്കരുത് എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? അവരുടെ ആരാധന ഇവരിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മൾക്കറിയാം ശലോമോൻ രാജാവും അവരെ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല അവരുടെ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുവാൻ നിർബന്ധിതനായി എന്ന് നമ്മൾക്കറിയാം അല്ലേ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തകർച്ച തുടങ്ങി എന്നുള്ളതും നമ്മൾക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ മീഖൽ, ദാവീദിൻ്റെ മീഖലിനും ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഗർഭം ദൈവം അടച്ചു കളഞ്ഞു. അതൊക്കെ നമ്മൾക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെയും ഓർക്കുക, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. അല്ലാതെ അതിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നവനല്ല. നമ്മൾക്കതറിയാം അല്ലേ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മഹത്വം ഏതെങ്കിലും വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ദൈവത്തിന് സഹിക്കത്തില്ല. അത് നമ്മൾക്കാണെങ്കിലും സഹിക്കുമോ? നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് ഇത് നിങ്ങളല്ല മറ്റേ ആളാ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? അപ്പോൾ ഇത്രയും നമ്മളെ സൃഷ്ടിച്ച ദൈവം, ഇത്രയും അനുഗ്രഹിച്ച ദൈവം, ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ കണ്ട വിഗ്രഹങ്ങൾക്ക് മഹത്വം കൊടുക്കാൻ പോയാൽ ദൈവം സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ റാഹേലിനെ പാതി വഴിയിൽ തീർത്തിട്ട് എങ്ങോട്ട് കൊണ്ടുവരിക? പുള്ളിക്കാരനെ ഒറ്റയ്ക്ക് അടക്കിയത്. അതിനുശേഷം മുൻപോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കറിയാമല്ലേ, അബ്രാഹമിനെയും സാറയും അടക്കിയെടുത്ത് തന്നെയാണ് ലേയനെ അടക്കിയത് അല്ലേ. ലേയനെ അടക്കിയെടുത്ത് തന്നെയാണ് യാക്കോബിനെ അടക്കിയത്. എന്ന് വെച്ചാൽ കുടുംബ കല്ലറയ്ക്കകത്ത് ഇവർക്കെല്ലാവർക്കും ഉറങ്ങുവാൻ അവസരം കിട്ടി. പക്ഷേ റാഹേൽ മാത്രം ഒറ്റപ്പെട്ട് കിടന്നു. അവരുടെ യാത്രയുടെ വഴിക്ക് അവളെ അടക്കേണ്ടതായിട്ടൊരവസ്ഥ വന്നു. എന്തുകൊണ്ടാണ്? വിഗ്രഹത്തെ ഉള്ളിൽ ചുമന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുവാനുള്ള എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു അല്ലേ. നമ്മളുടെ ദൈവം ആരാണ്? ജീവനുള്ള ദൈവമാണല്ലേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പിക്ചറുകൾ ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം അല്ലേ, അതിനകത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യോഹന്നാൻ്റെ മുൻപിൽ പ്രത്യക്ഷനായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ദൈവത്തിൻ്റെ പിക്ചർ വരയ്ക്കാനൊന്നും ആർക്കും കഴിയത്തില്ല എന്നുള്ളതും അത് വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും. അതല്ലാതെ വേറെ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് നമ്മൾ എന്താണ്, ദൈവമല്ലാത്ത ഒരു വിഗ്രഹങ്ങളുടെ മുൻപിലും പോയിട്ട് നമ്മൾ തല വണക്കരുത്, നമ്മൾ അതിൻ്റെ മുൻപിൽ ആരാധിക്കരുത്, അതിന് മഹത്വം കൊടുക്കരുത്. അതിന് മഹത്വം കൊടുത്തു കഴിഞ്ഞാൽ ഓർക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവം നമ്മൾക്ക് തരുന്നൊരു ഭക്തൻ എന്ന നിലയിൽ നമ്മൾക്ക് തരുന്ന ദീർഘായുസ്സും ഒക്കെ വെട്ടിക്കുറഞ്ഞു പോകുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ നമ്മളുടെ ആശ്രയവും നമ്മൾ കൊടുക്കേണ്ട ആരാധനയും മഹത്വവും ആർക്കായിരിക്കണം, ദൈവത്തിന് മാത്രമായിരിക്കണം. വേറെ ആർക്കും കൊടുക്കുവാൻ നമ്മൾ ഇടവരുത്തരുത്. അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞ് ചുമ്മാ ആരൊക്കെയോ വരച്ച വിഗ്രഹങ്ങളുടെ മുൻപിൽ നമ്മൾ നമസ്കരിക്കരുത്. കാരണം ദൈവത്തിൻ്റെ പിക്ചറുകൾ, നമ്മളെ സൃഷ്ടിച്ചവൻ്റെ പിക്ചർ വരയ്ക്കാൻ ആർക്കാ കഴിയുന്ന പ്രിയപ്പെട്ടവരെ? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പിക്ചർ അതുപോലെ വരയ്ക്കാൻ ആർക്കാ കഴിയുന്നത്? ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ആ കാലങ്ങളിൽ പോലും അന്ന് ക്യാമറയോ എന്താ പറയുക AI ഒന്നുമില്ല. പിന്നെ എവിടെ നിന്നാണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ പിക്ചർ കിട്ടണേ? നമ്മളുടെ വിശുദ്ധ ബൈബിളിൽ ഇല്ലാത്ത. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും POC ബൈബിൾ എടുക്കുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? POC ബൈബിളിനകത്തും ദൈവത്തിൻ്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ ഒരു വെളിപാട് പുസ്തകത്തിലല്ലാതെ വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. വേറെ എവിടെയും ഈ നമ്മുടെ ദൈവത്തെക്കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ POC ബൈബിളിൽ നിന്നുള്ള റെഫറൻസുകളും എടുക്കുവാനുള്ള കാരണം. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വിശുദ്ധ ബൈബിളിനകത്ത്, ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനമായ വിശുദ്ധ ബൈബിളിനകത്ത് ഇല്ലാത്ത ഒന്നും നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ആരാധനകളിൽ കടന്നു വരുവാനായിട്ട് പാടില്ല. അതെന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിൽ നഷ്ടമാക്കുമെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനകത്തേക്ക് ഈ വിഗ്രഹം ചുമന്നുകൊണ്ട് നമ്മൾക്ക് കയറുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് റാഹേലിനെ പാതി വഴിയിൽ തീർത്തത്. എന്തിനാണെന്നറിയാമോ? ഇവളെ എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവളെ വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് ഇവളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഇവളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായ യോസെഫിനെ കുറിച്ചുള്ള പദ്ധതികളുണ്ടായിരുന്നു ദൈവത്തിന്, അല്ലേ? നമ്മൾക്കറിയാം, യോസെഫ് മിസ്രൈമിൻ്റെ മന്ത്രിയായതും ഒക്കെ ഉണ്ട്, അല്ലേ? യോസെഫിനെ ദൈവം ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതൊക്കെ നമ്മൾക്കറിയാം, അല്ലെ? അപ്പനും സ്നേഹിച്ചു, ദൈവവും സ്നേഹിച്ചു. വാഗ്ദത്ത സന്തതിയാണ്. അപ്പോൾ ഈ വാഗ്ദത്ത സന്തതിയുടെ കൂടത്തിൽ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്ന അമ്മ കടന്നു വന്നാൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? മകനെ ദൈവത്തിൽ നിന്ന് അകറ്റി എങ്ങോട്ട് കൊണ്ടുപോകും? വിഗ്രഹത്തെ ആരാധിക്കുവാനായിട്ട് കൊണ്ടുപോകും. മകനോട്, അല്ലെ? അമ്മമാരാ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മകനോട് പറഞ്ഞു കൊടുക്കും, മകനെ നിന്റെ ദൈവം ഇതാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന, അപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആ വിഗ്രഹത്തെ എടുത്തങ്ങ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ആ കുഞ്ഞ് തെറ്റിപ്പോകും, അല്ലേ? അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? റാഹേലിനെ പാതി വഴിയിൽ തീർത്തത്. കാരണം അവൾക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ? അവൾക്ക് മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അവൾ മനസ്സിലാക്കിയില്ല. പക്ഷേ ലയ, അവളുടെ ചേട്ടത്തിയായ ലയ മനസ്സിലാക്കി. ലയ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൾ എന്ത് ചെയ്തത്? അല്ലേ, ഇന്നലെ നമ്മൾ പറഞ്ഞു യഹൂദ സ്തുതി, അല്ലേ? സ്തുതി എന്നുള്ള ഒരു മകൻ സ്തുതി ഉയർന്നു. അതിനുശേഷം ഗർഭം അടച്ചു. അതിനുശേഷം പിന്നെ അവിടെ എന്താണ്, ഒരു ദൂതായി പഴം കൊടുത്ത് ഹസ്ബൻഡിനെ വിലയ്ക്ക് വാങ്ങി. പിന്നെ യഹോവ വീണ്ടും ഗർഭം തുറന്നതൊക്കെ നമ്മൾക്കറിയാം. അതവിടെ നിൽക്കട്ടെ, അതൊന്നുമല്ല നമ്മളുടെ ടോപ്പിക്ക്. നമ്മളുടെ ടോപ്പിക്ക് എന്താണ്? നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യാനി എന്ന ലേബലിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ദൈവം ആരാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമല്ലാതെ വേറൊരു ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വേറൊരു ദൈവത്തിൻ്റെ പിക്ചറുകളും എടുത്തു വെച്ച് നമ്മൾ അതിൻ്റെ മുൻപിൽ ആരാധിക്കരുത്. അതിൻ്റെ മുൻപിൽ നമ്മൾ വണങ്ങരുത്. ഇതൊക്കെ വണങ്ങി കഴിഞ്ഞിട്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയാൽ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നെന്ന് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. അതല്ലാതെ നമ്മളുടെ അടിസ്ഥാനം വേറെ ഒന്നുമില്ല. വേറെ ആരും കൊണ്ട് തരുന്നതല്ല നമ്മളുടെ വിശ്വാസം എന്ന് തിരിച്ചറിയുക. ഇനി എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ വിഗ്രഹങ്ങളെയൊക്കെ വിട്ട് ഇറങ്ങി പുറപ്പെട്ടവരോടും എനിക്ക് പറയാനുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അയ്യോ പഴയതിലോട്ട് നമ്മൾ പോകുമല്ലേ, പഴയതിൻ്റെ ഒരു ആരാധനയിലോട്ടൊക്കെ നമ്മൾ പോകും. വന്നിട്ട് അതൊന്നുമില്ല, ഇങ്ങനെയാ എന്ന് പറയും. ഒരിക്കലുമല്ല. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്മാറ്റത്തിലേക്ക് നമ്മൾ പോകരുത്. പിന്മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം പിന്മാറ്റത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിട്ട് നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ട് പോയി കഴിഞ്ഞു. വിഗ്രഹത്തെ ആരാധിക്കുവാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു മടങ്ങി വരവില്ല. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട എല്ലാം ചർച്ചക്കാരെയും ബന്ധുക്കളെയും ഒക്കെ വിട്ട്, പഴയ ആരാധനാ ക്രമങ്ങളെയൊക്കെ മാറ്റിവിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടവരും തിരിച്ചറിയുക, നമ്മൾ എങ്ങോട്ട് പോകരുത്, വിട്ടിട്ട് പോകുന്നതിനകത്തോട്ട് പോകരുത്, അവിടേക്ക് നമ്മളുടെ മനസ്സ് പോകരുത്. ചിലർ എല്ലായിടത്തും കാലുവെക്കും. ആ പിക്ചറും ഉണ്ട്, ഈ പിക്ചറും ഉണ്ട്, കൂട്ടത്തിൽ എന്തുണ്ട്? കൈകൊട്ടി ആരാധനയുമുണ്ട്.
എന്ന് വെച്ചാൽ പെന്തക്കോസ്തുകാരുടെ ചരിത്രവും കൂടിയാണ് പറയുന്നത്. പെന്തക്കോസ്തുകാർ ഇട്ടിട്ട് പോകുന്ന ആരാധനാക്രമം പിന്തുടരുന്നവരുമുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല, നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ദൈവം, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നമ്മളുടെ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവുള്ളൂ. വേറെ ആരുടെയും പുറകെ നമ്മൾ പോകരുത് കേട്ടോ. വേറെ ഒന്നിൻ്റെയും പുറകെ പോകരുത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് നമ്മൾ അതിൻ്റെ നമ്മളുടെ കണ്ണ് ദൈവം തുറക്കണം. അതുകൊണ്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോകരുത്. വിഗ്രഹങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒന്നിച്ച് നടക്കത്തില്ല. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയുള്ള യാത്ര നടക്കത്തില്ല. അത് ആർക്കാണെങ്കിലും, അത് ക്രിസ്ത്യാനികളായിട്ടുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും, പെന്തക്കോസ്തുകാരാണെങ്കിലും, കത്തോലിക്കരാണെങ്കിലും, ഓർത്തഡോക്സ് ആണെങ്കിലും, യാക്കോബിറ്റ്സ് ആണെങ്കിലും, ആരാണെങ്കിലും രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയുള്ള യാത്ര നമ്മൾക്ക് നല്ലതല്ല. അത് നമ്മൾ വീണു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടുവെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇതുപോലെ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഓർക്കുക, ചില വിഗ്രഹങ്ങളുടെ ശക്തിയാണെങ്കിൽ അതിനെ തകർത്ത് കളഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മൾക്ക് ആലോചന പറഞ്ഞു തരുന്നത് നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ സ്വീകരിക്കണം. കാരണം ഒരിക്കലും നമ്മൾ ഇട്ടിട്ട് പോകുന്നതിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യരുത്? പിന്തുടരുത്. കാരണം ഇതെല്ലാം വെച്ചിട്ട് ദൈവത്തിന് നമ്മളെ കൊണ്ട് പദ്ധതികൾ രൂപീകരിക്കുവാനായിട്ട് പറ്റത്തില്ല. നമ്മളെ നിത്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് വിഗ്രഹത്തിനോട് ഗുഡ് ബൈ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ, വിശുദ്ധ ബൈബിൾ പ്രകാരം ദൈവത്തെ ആരാധിക്കുവാൻ എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നു, അന്ന് എന്താണ്? ലയെ പോലെ അല്ലേ? ലയ വിഗ്രഹങ്ങളുടെ അല്ലേ? ലയും റേച്ചലും ലയും റാഹേലും രണ്ടുപേരും ഒരേ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നവരാ. പക്ഷേ എന്തുകൊണ്ട് ലയ അനുഗ്രഹിക്കപ്പെട്ടവളായി? റാഹേൽ അനുഗ്രഹിക്കപ്പെട്ടവൾ അന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ലയ കുറച്ചും കൂടി അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് ഞാൻ പറയും. കാരണം അവൾക്കല്ലേ തൻ്റെ തൻ്റെ ഭർത്താവിനോട് കൂടെ തൻ്റെ കുടുംബക്കലറയിലൊക്കെ അവൾക്ക് ഒരു അന്ത്യവിശ്രമം ദൈവം ഒരുക്കി കൊടുത്തു. അതേസമയം റാഹേൽ എന്താണ്? റാഹേൽ തനിയെ കിടക്കേണ്ടി വന്നു, പോകുന്ന വഴിക്ക് കുഴിച്ചിടേണ്ടി വന്നു. ഇതിനകത്തൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. പകുതി വഴിക്ക് തീർന്നു പോയി അല്ലേ? ഇതിനകത്തൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ആയുസ്സിന് വിരോധമായിട്ട് പോരടിച്ച് നിൽക്കുന്ന ചില പോരുകളെയൊക്കെ ദൈവം തകർക്കും. അതിനെന്താണ്? ഈ വിഗ്രഹങ്ങളെയൊക്കെ തച്ചുടച്ച് കളഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ നമ്മളുടെ ആയുസ്സിനെ നീട്ടിത്തരും അല്ലേ? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ഉള്ളവന് എന്താണ്? അവന് ദീർഘായുസ് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദീർഘായുസ് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെ ആരാധന ദൈവത്തോട് മാത്രമായിരിക്കണം. അത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പകുതി വഴിക്കുന്ന നമ്മളുടെ ആരാധന വിട്ട് ആരെങ്കിലുമൊക്കെ നമ്മൾ യഥാർത്ഥ സത്യം അറിഞ്ഞിട്ട് വേറെ ആരാധനകളിലോട്ടൊക്കെ നമ്മൾ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെയും ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. കാരണം സത്യം അറിഞ്ഞിട്ട് പോയിട്ട് വേറെ വല്ലത്തിൻ്റെ മുൻപിൽ പോയിട്ട് മുട്ടുമടക്കിയിട്ട് ദൈവമേ അങ്ങനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കത്തില്ല. കാരണം ദൈവം എന്താണ്? ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു അടുക്കും ചിട്ടയും വിട്ട് ദൈവം പ്രവർത്തിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മളെ ക്ലെൻസ് ചെയ്ത് നമ്മളെ വിശുദ്ധീകരിച്ചിട്ട് മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.